ഹായ് ഫ്രണ്ട്സ്, മോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല രുചികരമായ അടിപൊളി ഒരു റെസിപ്പിയായിട്ട് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മോംസ് വേൾഡ് എന്ന ഈ കൊച്ചു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോകല്ലേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു 10 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പം ബ്രെഡ് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്ന് ആവി കയറ്റി ഒരു 3 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയാൽ മതിയാവും. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. അതിനായിട്ട് ഞാൻ ആദ്യം ഒന്നത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 മുട്ട പുഴുങ്ങി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, മല്ലിയില, പച്ചമുളക്, അതുപോലെ ഒരു 3 മുട്ട ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള സാധനമെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്മൂത്തായിട്ടിരിക്കും ബ്രെഡ്. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ആവി കയറ്റി എടുക്കുന്നത്. ഇനി നമുക്കൊരു പാനൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി കേട്ടോ, വയറ് നിറയും. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇത് നിങ്ങൾ മിസ്സാക്കാതെ ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കണം. അത്ര കിടിലൻ ഒരു റെസിപ്പി കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ സവാള അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 2 ചെറിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വാടി വരട്ടെ സവാള. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊരെണ്ണം ഉണ്ടാക്കി കഴിക്കണം കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് രാവിലെ മക്കൾക്ക് വേണമെങ്കിൽ സ്കൂളിലൊക്കെ ഇത് കൊടുത്തു വിടാനും പറ്റും. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഞാനൊരു 3/4 ടീസ്പൂണിൽ കൂടുതൽ ചേർക്കുന്നുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതിയാവും. ഇനി നമുക്ക് നല്ല ജീരകം ഒരു 1/4 ടീസ്പൂണ്, ഗരം മസാല ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടണം. ഈ സമയത്ത് നമുക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ഒന്ന് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഈ തക്കാളി ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം. മഴ പെയ്യുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ആ ഒരു ചെറിയ സൗണ്ട് വരുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയാണല്ലോ. അപ്പോൾ ഈ സമയം നമുക്ക് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ആ മുട്ട ഞാൻ ഉപ്പിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഒരു ബ്രെഡ് എടുക്കാം. അതൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ കൂട്ടി വെച്ചിരിക്കുന്ന അരപ്പിൽ നിന്ന് മസാല കുറച്ച് ഒരു ടീസ്പൂൺ എടുത്ത് നമുക്കിതിൻ്റെ ബ്രെഡിൻ്റെ മണ്ടയ്ക്ക് ഇതുപോലെ ഒന്ന് നിരത്തിയതിന് ശേഷം ഒരു ചെറിയ പീസ് മുട്ട ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയില്ലേ, അത് ഒരു ബ്രഷ് കൊണ്ട് ഇതുപോലെ 4 സൈഡും ഒന്ന് തൂത്ത് കൊടുക്കുക. ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഒട്ടിപ്പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സൈഡ് നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഈ സൈഡിലുള്ള നമുക്ക് വീണ്ടും നെയ്യിലും ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ഇത് നിങ്ങൾ വെറുതെ കളയൊന്നും വേണ്ട. ഞാൻ അങ്ങനെ എടുത്തേ കേട്ടോ. ഇതിൻ്റെ നമ്മളിത് കട്ട് ചെയ്തിട്ട് ഈ 4 സൈഡും വരുന്നത്, ഇപ്പോൾ മുട്ട ഇല്ലായിരുന്നെങ്കിൽ നമുക്കിത് പൊടിച്ച് വെച്ചാൽ മതി, ബ്രെഡ് ക്രംസ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ മുട്ട ചേർക്കുന്നുണ്ട്, അത് പറ്റത്തില്ല. അപ്പോൾ നമുക്കിതൊന്ന് ശകലം നെയ്യൊഴിച്ചൊന്ന് മൂപ്പിച്ച് കൊടുക്കുവാണെങ്കിൽ മക്കൾ കഴിച്ചോളും, നമുക്കായാലും കഴിക്കാം കേട്ടോ. എനിക്കിഷ്ടം അങ്ങനെ കഴിക്കുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ മണ്ടയ്ക്കും മറ്റൊരു ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് 4 സൈഡൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു പാത്രമോ ഗ്ലാസ്സോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കട്ട് ചെയ്യാനും പറ്റും. എന്ന് വെച്ചാൽ ബ്രെഡ് നല്ല സ്മൂത്തായിട്ടിരിക്കുക, നല്ല സോഫ്റ്റായിട്ടിരിക്കുക, സ്മൂത്തായിട്ടെന്നല്ല സോഫ്റ്റായിട്ടിരിക്കുക നല്ലപോലെ. അപ്പോൾ പെട്ടെന്ന് ഇത് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ അത് ഒരെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരെണ്ണം കൂടെ നിങ്ങളെ കാണിക്കാം. ആദ്യം കുറച്ച് മസാല ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു പീസ് മുട്ട വെച്ച് കൊടുക്കുക. 4 സൈഡും നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം മണ്ടയ്ക്ക് ഒരു പീസ് ബ്രെഡ് കൂടെ വെച്ച് കൊടുക്കുക. അതിനുശേഷം 4 സൈഡും ഒന്ന് അമർത്തി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. എളുപ്പമല്ലേ? അപ്പോൾ ഇതെല്ലാം ഞാൻ എല്ലാം അതുപോലെ ഒരു 5 എണ്ണം ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. 10 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രെഡും മുട്ടയും ഒക്കെ എല്ലാവരും വീട്ടിൽ എപ്പോഴും കാണുന്ന ഒരു ഐറ്റം തന്നെയാണ്.
ഇനി ഇത് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ട അടിച്ചു വെച്ചേക്കണ മുട്ടയിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് കലക്കിയെടുക്കാം കേട്ടോ. ഇപ്പോൾ പാനും ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നെയ്യോ ഓയിലോ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ചേർക്കാം. ഞാനത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി നെയ്യാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ആ പാനിലേക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. മുട്ടയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് മുട്ടയിലേക്ക് ഒന്ന് മുക്കിയതിന് ശേഷം നമുക്കിത് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. നോൺ സ്റ്റിക്ക് പാനുമാണ്, അപ്പോൾ അത് ഒത്തിരി തീയിൽ വെക്കാതിരിക്കുന്നതാണ് നല്ലത്. തീ കുറച്ച് വെച്ച് തന്നെ നോൺ സ്റ്റിക്ക് പാനുകൾ ഉപയോഗിക്കുക. ഏതൊരു പാത്രവും നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്ക് തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ ഹെൽത്തിയാണ്. ആ രീതി മാറുമ്പോൾ അത് അൺഹെൽത്തി ആയിട്ട് മാറും. അപ്പോൾ തീ കുറച്ച് വെച്ച് തന്നെ നോൺ സ്റ്റിക്ക് പാനുകളെല്ലാം ഉപയോഗിക്കുക. അപ്പോൾ ഇതായിപ്പോൾ ഒരു വശം മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തുള്ള സ്റ്റഫിംഗ് ഒക്കെ നല്ലപോലെ മൂത്ത് ആയതുകൊണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. എത്രത്തോളം നിങ്ങൾക്ക് മൊരിഞ്ഞ് കിട്ടണമെന്നുണ്ടോ അത്രത്തോളം മൊരിച്ചെടുക്കുക. അതുപോലെ ഒന്ന് മൊരിച്ചെടുക്കുക. അപ്പോൾ ഇതാ 3 ഇവിടെ ആയിട്ടുണ്ട്. ബാക്കി ഞാൻ അതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കാണാൻ നല്ല ഭംഗിയല്ല, കഴിക്കാനും കിടിലമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഒരിക്കലും നിങ്ങൾ ഈ റെസിപ്പി മിസ് ചെയ്യാതെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ബാക്കി ഞാൻ അതുപോലെ എല്ലാം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റം. അപ്പോൾ ഉറപ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാ കൂട്ടുകാർക്കും ബൈ.